ഹലോ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പറയാനുള്ളത് റീഫോർമേഷനാണ്. കാത്തോലിക് ചർച്ചിനെ റീഫോം ചെയ്യാനുള്ള, അതായത് വീണ്ടും അതിൽ പുനഃക്രമീകരിക്കാനുള്ള ഒരു റിലീജിയസ് മൂവ്മെൻ്റാണ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് മുന്നിലായി നിന്നിരുന്ന ആളുകളാണ് മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, അതുപോലെ മറ്റു ചിലരും. ചർച്ചിലുണ്ടായിരുന്ന അനീതികളെ, അവരുടെ പവറിൻ്റെ ദുരുപയോഗത്തെ, അതുപോലെ അവർ പറഞ്ഞു കൊടുത്തിരുന്ന, അതായത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാര്യത്തിലുള്ള തെറ്റുകളെ, ഇതിനെല്ലാം ചോദ്യം ചെയ്തിരുന്ന ഒരു മൂവ്മെൻ്റാണ്, റിലീജിയസ് മൂവ്മെൻ്റാണ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. റീഫോർമേഷൻ കാരണം പ്രൊട്ടസ്റ്റനിസം ഉയർന്നു വന്നു, നാഷണൽ ചർച്ചസ് വന്നു, അതുപോലെ തന്നെ മോഡേൺ നാഷൻ സ്റ്റേറ്റ്സ് വന്നു. അങ്ങനെ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടു. അതുപോലെ സൊസൈറ്റിയിലും ചില രൂപീകരണങ്ങളൊക്കെ സംഭവിച്ചു. റീഫോർമേഷൻ്റെ കാരണങ്ങൾ നോക്കാം. കറപ്ഷൻ വിത്തിൻ ദ കാത്തോലിക് ചർച്ച്, അതായത് കാത്തോലിക് ചർച്ചിലുണ്ടായിരുന്ന കറപ്ഷൻ, അതായത് അഴിമതി. പ്രീസ്റ്റുകൾ, ബിഷപ്പുകൾ ഇവരൊക്കെ കൂടുതലും സ്പിരിച്വൽ ഗൈഡൻസ്, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവർക്ക് കൂടുതലും സമ്പത്തിലും അധികാരത്തിലൊക്കെയായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു റീഫോർമേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് അബ്യൂസ് ഓഫ് പവർ. ചർച്ച് ഹൈറാർക്കി, അതായത് ചർച്ചായിരുന്നു ഏറ്റവും വലിയ പൊസിഷനിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ പവർ ദുരുപയോഗം ചെയ്ത് പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മേലിൽ വലിയ നികുതികളും അതുപോലെ തന്നെ ശിക്ഷകളും ഒക്കെ ചുമത്തി. അപ്പോൾ അതിനെതിരെയും കൂടിയാണ് റിഫോർമേഷൻ. പിന്നെ ലാക്ക് ഓഫ് ബിബ്ലിക്കൽ നോളേജ്. ഒരുപാട് ക്ലർജീസിന് ഈ ബൈബിളിനെ കുറിച്ച് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. കാരണം ഈ പ്രീസ്റ്റുകളോ ബിഷപ്പുകളുടെയോ പ്രോപ്പറായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഗൈഡൻസ് അവിടെ കിട്ടിയിരുന്നില്ല. സോ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും റിഫോർമേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ റൈസ് ഓഫ് നാഷണലിസം, അതായത് യൂറോപ്പിലെ നാഷണലിസം ഉയർന്നു വന്നു. കാരണം കാത്തോലിക് ചർച്ചിൻ്റെയും അതിൻ്റെ ആ ഒരു പരമാധികാരത്തിൻ്റെയും ഒക്കെ അടുത്തുനിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി പോരാടാൻ തുടങ്ങി. അതാണ് റിഫോർമേഷൻ്റെ മറ്റൊരു കാരണം. ഈ റിഫോർമേഷനിലുള്ള മേജർ ഇവൻറ്റ്സ് 95 thesis, ഡയറ്റ് ഓഫ് വേംസ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അത് ആ സമയത്തുള്ള കുറച്ച് മേജർ ഇവൻറ്റ്സ് ആണ്. പിന്നെ ഇംഗ്ലീഷ് റിഫോർമേഷൻ 1534, അതായത് ഹെൻറി VIII കാത്തോലിക് ചർച്ച് വേണ്ടാന്ന് വെച്ചിട്ട് അതിനെ തകർത്ത് അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ കാൽവിനിസ്റ്റ് റിഫോർമേഷൻ 1541 ജോൺ കാൽവിൻ ജനീവയിലേക്ക് തിരിച്ചുപോയി അവിടെ ഒരു റീഫോംഡ് ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 14th centuryയിലാണ് ജോൺ വിൽക്ലിഫ് ഇംഗ്ലണ്ടിലേക്ക് എത്തിയിട്ട് ഈ ക്ലർജികളുടെ ലക്ഷറിക്കെതിരെ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് പോലെ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് ആളുകളെല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും അതുപോലെ തന്നെ ചർച്ചിൻ്റെ അബ്യൂസുകളെ, അതായത് ചർച്ചിൻ്റെ നമ്മൾക്ക് നേരെയുള്ള ഈ മോശമായിട്ടുള്ള ഈ പ്രവൃത്തികളെ, അവരുടെ ആ ഒരു ദുരുപയോഗങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അതുപോലെ തന്നെ ചർച്ചിനെ റീഫോം ചെയ്യാനും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ജോൺ വൈക്ലിഫിനെ നമ്മൾ ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഇനി കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ഇത് കാരണമുണ്ടായ റിസൾട്ട്. ഇനി ക്രിസ്ത്യാനിറ്റിയിലുള്ള ഡിവിഷനാണ് ആദ്യത്തെ കോൺസിക്വൻസ്. അതായത് പ്രൊട്ടസ്റ്റൻസ്, കാത്തോലിക് എന്ന് പറഞ്ഞ് 2 വിഭാഗങ്ങളായിട്ട് ക്രിസ്ത്യാനിറ്റി മാറി. പിന്നെ നാഷണൽ ചർച്ചസ് ഉയർന്നു വന്നു. നേരത്തെ പറഞ്ഞു ഹെൻറി VIII മറ്റേ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങിയെന്നുള്ളത്. അത്തരത്തിലുള്ള നാഷണൽ ചർച്ചുകൾ വന്നു. അതേപോലെ ഒരു ചർച്ചാണ് ലുഥറൻ ചർച്ച് ഇൻ ജർമ്മനി. പിന്നെ ലിറ്ററസിയിലുള്ള ഒരു ഉയർച്ച, അതായത് റീഫോർമേഷൻ കാരണം ആളുകളുടെ ഇടയിൽ ലിറ്ററസി റേറ്റ് കൂടി. അതായത് ബൈബിൾ വായിക്കാനും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അത് ഒരാളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എല്ലായിടത്തും പ്രീച്ച് ചെയ്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരിലേക്കും എത്തിച്ചു. അങ്ങനെ ലിറ്ററസി റേറ്റ് കൂടി എന്നുള്ളതാണ് പറയുന്നത്. മോഡേൺ നേഷൻ സ്റ്റേറ്റ്സിൻ്റെ എമർജൻസ്, മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് രൂപീകരിച്ചു എന്നുള്ളതാണ് റിഫോർമേഷൻ്റെ അടുത്ത ഒരു കോൺസിക്വൻസ്. ഇതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻസ് ആയിരുന്നു. കാരണം അന്നത്തെ ആളുകൾക്ക് ബൈബിള് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ പ്രീസ്റ്റുകളും ബിഷപ്പുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും ഈ ഒരു ബിബ്ലിക്കൽ നോളേജ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലായിരുന്നില്ല ഇൻട്രസ്റ്റ്. അവർക്ക് വെൽത്ത്, പവർ ഇതിൻ്റെയൊക്കെ ദുരുപയോഗത്തിലായിരുന്നു അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. സോ ഈ ബൈബിളിൻ്റെ ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഇറക്കി അതിൽ
ടിൻഡെയിലിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു ബെസ്റ്റ് ട്രാൻസ്ലേഷനായിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് മീൻസ് ചീഫായിട്ട് നിന്നിരുന്നത്. അത് 1611 അത് എഴുതി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ബൈബിൾ വാസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റാൻഡേർഡൈസിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബൈബിളിൻ്റെ ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ഇംപ്രവൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡൈസിങ് വന്നു എന്നാണ് പറയുന്നത്. പിന്നീടുള്ള ഒരു 3 നൂറ്റാണ്ടുകളിലേക്ക് പീപ്പിൾസ് ബുക്കായിട്ട് ബൈബിൾ മാറി, ആളുകളുടെ പുസ്തകമായിട്ട് ബൈബിൾ മാറി. അതിലെ വേർഡ്സ്, ഫ്രേസസ്, ഇഡിയംസ്, പാരബിൾസ് ഇതെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, പാർട്ട് ആൻഡ് പാർസൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന, ദൈനംദിന ജീവിതത്തിൽ പോലും യൂസ് ചെയ്യുന്ന ഒരു പാർട്ടായിട്ട് മാറി എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഈ റീഫോർമേഷനിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.